ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ നൈറ്റ് ഒന്ന് പുറത്തു പോയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ തുമ്പു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും റെഡിയാക്കി വരാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് അവൾ ഇട്ട ഡ്രസ്സ് ഒന്ന് ബനിയൻ മാത്രം മാറി ഇട്ട ഡ്രസ്സിലാണ് പുള്ളിക്കാരി വരുന്നത്. എവിടെ പോകാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം നൈറ്റ് വിളിച്ചപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ് നമുക്കത് പുറത്ത് പോയിട്ട് വരാമെന്ന്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബീച്ചിലോട്ടാണെന്ന്. അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോണത്. ഞാനും വീട്ടിലിരുന്ന ഒരു ഡ്രസ്സായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ണിച്ചേട്ടൻ വണ്ടിയൊക്കെ വളച്ച് അപ്പം എനിക്ക് ആ ഡോറ് തുറന്നിട്ട് കിട്ടണുണ്ടായിരുന്നില്ല. അങ്ങനെ തുറന്ന് അവൾ തനിയെ കയറിയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ പിന്നെ എല്ലാവരോടും ടാറ്റ പറഞ്ഞപ്പോൾ ദൈവം അവിടെ വാതിലിൻ്റെ അവിടെ നിന്ന് എനിക്ക് അവൾക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി ഇരുന്ന്. അപ്പോൾ എങ്ങടെ പോണേന്ന് അറിയില്ല. അപ്പോൾ എങ്ങടാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ് എവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്ലാനൊന്നും ഇല്ലാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. അങ്ങനെ പോയപ്പോഴേ നമ്മുടെ പള്ളിയിൽ പെരുന്നാൾ നടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈറ്റൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു എന്നാൽ അത് വഴി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതിൻ്റെ എൻട്രൻസാണ് കാണുന്നത്. അപ്പോൾ വഴിയിലും ഫുള്ള് ഇങ്ങനെ കച്ചവടക്കാരൊക്കെ ഇരിപ്പുണ്ട്, കുറേ ടോയ്സും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ കുട്ടി അപ്പോഴത്തേനും പറഞ്ഞു പിടിക്കും മേമേ അത് വേണം, ചാച്ച എനിക്ക് അത് വാങ്ങിത്തരുമോ, അങ്ങനെ ഡിമാൻഡ്സൊക്കെ വെച്ച് തുടങ്ങി കുട്ടി. എന്താ വേണ്ടത്? ഐസ്ക്രീം. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, കുട്ടിക്ക് ഐസ്ക്രീം മാത്രം മതി. അങ്ങനെ ഞങ്ങൾ ചാച്ചനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേണ്. അപ്പോൾ ചാച്ചൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കണേന്ന്. അപ്പോൾ ഞാൻ അവളും കൂടെ റോട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ചാച്ചൻ വന്നിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് നടക്കുകയാണ്. അപ്പോൾ റോട്ടിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കുട്ടി പറയുന്നുണ്ട്, ഐസ്ക്രീം വേണം, ടോയ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഇന്ന് വാങ്ങിത്തരില്ല, വരുമ്പോൾ വാങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പള്ളിയിലോട്ട് കയറി. അപ്പോൾ ഇന്ന് അധികം നൈറ്റ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ശരിക്കും നല്ല തിരക്കുള്ള സമയമാണ്. പള്ളിയിലൊന്ന് ജസ്റ്റ് കയറി. പള്ളിയൊക്കെ നല്ല ഭംഗിയുണ്ട്, ഡെക്കറേറ്റ് ചെയ്തേക്കണതാണ്. പിന്നെ അവിടെ ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് മെഴുകുതിരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ വിൽക്കാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു മെഴുകുതിരി വാങ്ങിച്ച് ഞാനും കത്തിച്ച് ഉണ്ണിച്ചേട്ടനും തുമ്പും കത്തിച്ച് അവളോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ അവൾ എന്ത് പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കണില്ല, മെഴുകുതിരി കത്തിച്ച് അവിടെ ഇങ്ങനെ വെക്കുകയാണ് എല്ലാവരും ചെയ്യണത്. അവിടെ കത്തിച്ച് ഇങ്ങനെ വെക്കണുണ്ട്, തുമ്പും കത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ പൊള്ളുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ പോയി. അപ്പോൾ പാനിപ്പൂരിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്ക് കുലുക്കി സർബത്ത് വേണം, അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു. അവൾ സ്ട്രോബെറി, ഉണ്ണിച്ചേട്ടൻ മാംഗോ, ഞാൻ ചോക്ലേറ്റ്. അപ്പോൾ എൻ്റെ ഐസ്ക്രീം നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ തരൂല എന്നങ്ങനെ ചാച്ചിൻ്റെ ഇത് മാംഗോ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ ഉണ്ണിച്ചേട്ടൻ്റെ ഹാർബർ വരെ ഒന്ന് പോയി. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്.